നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി കിട്ടുമ്പോഴും ശമ്പളം കൃത്യമായി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന KSRTC ജീവനക്കാരുടെ ദുരവസ്ഥ പലതവണ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ദീർഘദൂര സർവീസുകളിൽ ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധികളും പലപ്പോഴും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. KSRTC ലാഭത്തിലാക്കാനുള്ള നീക്കങ്ങളും അധികൃതരുടെ ഭാഗത്തു നിന്നും നടന്നിരുന്നു. എന്നാൽ കൃത്യവിലോപത്തിന്റെ പേരിൽ ജീവനക്കാരിൽ നിന്നും പിഴ ഈടാക്കുന്ന കർക്കശ നടപടികളും തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി കാർഡ് ഇല്ലാതെ KSRTC സർവീസ് നടത്തിയെന്ന പേരിൽ കണ്ടക്ടറിൽ നിന്നും പിഴ ചുമത്തിയതാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം. കരുനാഗപ്പള്ളി തോപ്പുംപടി സർവീസ് നടത്തുന്ന ലോ ഫ്ലോർ ഓർഡിനറി ബസിന്റെ കരുനാഗപ്പള്ളി യൂണിറ്റിലെ ഒരു കണ്ടക്ടറിൽ നിന്നാണ് 500 രൂപ പിഴ ഈടാക്കിയത്. ആശ്രമം ജംഗ്ഷനിൽ നിന്നും ഇൻസ്പെക്ടർമാർ പരിശോധനയ്ക്കായി ബസ്സിൽ കയറിയപ്പോൾ യാത്രക്കാർ കുറവായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സമയക്രമം പാലിച്ചാണ് സർവീസ് നടത്തുന്നതെന്ന് പരിശോധിക്കാൻ ഡ്യൂട്ടി കാർഡ് ചോദിച്ചത്. എന്നാൽ ഡ്യൂട്ടി കാർഡ് കണ്ടക്ടറുടെ കൈവശം ഉണ്ടായിരുന്നില്ല. സർവീസ് നടത്തുന്ന ബസ്സുകളിലെ കണ്ടക്ടർമാരുടെ കൈവശം ഡ്യൂട്ടി കാർഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന കോർപ്പറേഷൻ ഉത്തരവ് പാലിക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപവും ചട്ടലംഘനവും നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിഴ ചുമത്തിയത്. ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കരുതെന്നും ജോലിയിൽ കൂടുതൽ ജാഗ്രത പുലർത്താനും നിർദ്ദേശിച്ചാണ് പിഴ ഈടാക്കി അച്ചടക്ക നടപടി അവസാനിപ്പിക്കുന്നതെന്ന് മെമ്മോയിൽ പറയുന്നു. ജോലിക്കിടെ സംഭവിക്കുന്ന ചെറിയ വീഴ്ചകൾ പോലും അധികൃതർ പർവ്വതീകരിക്കുന്നുവെന്ന ആക്ഷേപമാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. അതേസമയം സമീപകാലത്ത് ശമ്പള വിതരണത്തിൽ മാറ്റം വന്നത് ജീവനക്കാർക്ക് ആശ്വാസമാകുന്നുണ്ട്. ജീവനക്കാരുടെ ശമ്പളം ഒറ്റ ഗഡുവായി തന്നെ നൽകും എന്നുള്ളത് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി അധികാരമേറ്റപ്പോഴുള്ള പ്രധാന പ്രഖ്യാപനമായിരുന്നു. വരുന്ന മാസങ്ങളിലും KSRTC ജീവനക്കാരുടെ മുഴുവൻ ശമ്പളവും 1-ാം തീയതി തന്നെ ഒറ്റത്തവണയായി നൽകുമെന്നാണ് അധികൃതർ പറയുന്നത്.